ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സന്ധ്യയുടെ അമ്മ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഈ ഗ്രൂപ്പിലൂടെ കടന്നു വരുവാൻ കർത്താവ് കൃപയെ റെഡിയാക്കി ചേർത്തു. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ കരുതിയ കർത്താവിന്റെ വലിയ പ്രവൃത്തിയും കർത്താവിന്റെ നന്മകളും ഒക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ ലഭിക്കുന്ന സമയമൊക്കെ ദൈവത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. എന്നാൽ പല പ്രത്യേക സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് അന്ന് സാധിക്കാതെ വന്ന അവസ്ഥകളുണ്ട്. ദൈവത്തിന് സ്തോത്രം, പരിചിതമാണ്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രിക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവേശുവിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിക്കുക എന്നുള്ളത് ഏതൊരു ദൈവഭക്തനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പല വിധത്തിൽ അവരെ ഉപയോഗിക്കുന്നു. ഒരുവരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് കൂടെ ദൈവം കരുതിയിരിക്കുന്നത് കൊണ്ട്, പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ദൈവം അവരെ ശക്തിയെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ വചനം തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം, പരിചിതം. അവിടെ ഇപ്രകാരം കാണുവാൻ ഇടയായിത്തീരും. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രവുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സുരസ്ഥ പിതാവേ, ആ തിരുവചനവുമായി നിന്നുകൊണ്ട് അല്പസമയം നിന്റെ സന്നിധിയിൽ ചിലവിടുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹത്തിന്റെ കാരണമായി തീരണം. വലിയ വിടുതലുകൾ പരിചരണത്തിന്റെ അറിവിലേക്ക് അയക്കും. സന്ധ്യയുടെ യാമത്തിൽ പ്രാർത്ഥിച്ചൊരു കൊച്ചുകുഞ്ഞ് പനിയുടെ ഭാരം 4-5 ദിവസം കൊണ്ട് അത് ഭക്ഷണം കഴിക്കാതെ വളരെ ക്ഷീണമാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവിടെയാക്കി ആ പനി മാറണം. അതേപോലെ അതിന് രോഗം മാറുന്ന ജമ്പയ്ക്ക് വലുപ്പമായ ജലദോഷത്തിന്റെ അസ്വസ്ഥതകളുണ്ട്. കർത്താവ് അതെല്ലാം പൂർണ്ണമാക്കണം. ഇന്ന് പകലിൽ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾ അവയ്ക്കെല്ലാം മറുപടി നൽകേണ്ടതിനായി സ്തുതിക്കുന്നു. നിന്റെ ബലത്തിന്റെ കരത്തോട് നന്ദി കിട്ടണം. ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടിയാണ്. വചനത്തിന്റെ വാതിലുകൾ വിശാലമായി തുറക്കണമേ. പരിശുദ്ധാത്മാവിനാണിത് എന്റെ ഭക്തനിലൂടെ എഴുതപ്പെട്ടതുപോലെ അതേ പരിശുദ്ധാത്മാവിനാൽ ഏഴയും നിറച്ചുകൊണ്ട് ഇതിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിക്കുമ്പോൾ അടിയവനെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. അവിടുത്തെ ശക്തി അയക്കണം. വചനം ചെന്നു ചേരുന്ന എല്ലാ കാതുകളിലും അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ഉള്ളത്തിലും അതിന് വലിയ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാൻ കാരണമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്കിവിടെ ആമേൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുവാൻ കൊണ്ട് സാധിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവേശുവിന്റെ കൽപ്പന പ്രകാരം ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നതാകുന്നു എന്നവിടെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കാരണം തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനാൽ പിതാവായ ദൈവത്താലും നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നാം പലരെ കാണുകയും പലരോടും സംസാരിക്കുകയും പലർക്കും അവരുടെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളോ സന്ദേശങ്ങളോ ഒന്നും പറയാറില്ല.
പിതാവായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനാകുന്ന ക്രിസ്തുവിന്റെ നാമത്തിലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇവിടെ അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞ് സമാധാനം നൽകുക ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം. എന്നാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു ഭക്തനെയാണ് ആമേൻ താൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അന്യത ഉപദേശിക്കുന്നു അതിലൊന്നും ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസം എന്ന ദൈവീയ വ്യവസ്ഥയ്ക്കല്ല. ആമേൻ ഹല്ലേലൂയ. തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത ആമേൻ വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് താൻ ആജ്ഞാപിക്കുന്നതായി കാണും. ഇന്നത്തെ ഒരു ശൈലി കെട്ടുകഥകളും കടങ്കഥകളും ഒക്കെ പറഞ്ഞ് സമയം താറുമാറാക്കുന്ന അവസരങ്ങളാണ് ഇന്ന് പല പ്രസംഗ വേദികളിൽ നമുക്ക് കാണുവാനിടയാണ്. ചിലര് വേദി ലഭിക്കുമ്പോൾ പൊട്ടിച്ചിരിപ്പിക്കത്തക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. ഇവിടെ അതല്ല. അങ്ങനെയുള്ള കടങ്കഥകളോ കെട്ടുകഥകളോ ഒന്നും പറഞ്ഞ് സമയം കളയാനോ വംശാവലിയോ പാരമ്പര്യമോ പറഞ്ഞ സമയം ദീർഘിപ്പിക്കാനോ നീ ഒരുങ്ങാതെ ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. താൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഏറ്റെടുത്ത് ചെയ്യാൻ മനസ്സുണ്ടാകണമെന്ന് തിമോത്തിയോസിനെ ഉപദേശിക്കുക ചെയ്യുന്നു. നീ എഫെസോസിൽ ഞാൻ മക്കതോനിക്ക് ഞാൻ മക്കതോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ എപ്പോഴും ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. താൻ എന്താവശ്യപ്പെട്ട അതുപോലെ തന്നെ ഇപ്പോഴും ആമേൻ പ്രൈസ് ദി ലോർഡ് തിമോത്തിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് താൻ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഹല്ലേലൂയ ഒന്നുകൂടി അവനെ ബലപ്പെടുത്തുന്നതായി കാണുവാനിടയായിത്തീരും. സകല മനുഷ്യർക്കും നാം സകല ഭക്തിയോടും ധനത്തോടും കൂടെ ആമേൻ ഹല്ലേലൂയ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് ആമേൻ ഹല്ലേലൂയ വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനകളും പ്രാർത്ഥനകളും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കുള്ള അധികാരം രാജാക്കന്മാർക്ക്, അധികാരികൾക്ക്, ആമേൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നാം എന്ത് ചെയ്യണം? യാചനകളും അപേക്ഷകളും കഴിക്കണം. ആമേൻ. ദൈവത്തിന്റെ ഭക്തന്മാരുടെ ഏറ്റവും വലിയൊരു ചുമതലയാണ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം. രാജ്യഭാരം വഹിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, അവർക്ക് ദോഷമൊന്നും വരാതെ, അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ വരാതെ അവരെ കാക്കുവാൻ, ആമേൻ ഭരണം മനുഷ്യരുടെ പ്രയോജനത്തിനായി മാറണമെന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ മക്കളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. പൗലോസ് ഓർപ്പിക്കുക ചെയ്യുന്നത്. യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്നാ പറയുന്നത്. നമുക്കങ്ങനെ അധികാരമുള്ളത് കൊണ്ട് നാം ഭരണകർത്താക്കളെയൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഭരണകർത്താക്കളെന്നൊന്നും ഓർക്കണമെന്നൊന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ അവരെ നന്നായി ഭരിക്കാനും അവർക്ക് ആരോഗ്യമുണ്ടാകാനും ദോഷങ്ങളൊന്നും വരാതെ കാക്കണമെന്നൊക്കെ നാം പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതൊന്നും അവർ ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങള് ചെയ്യാൻ മടിക്കരുത്, മറക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നതായി കാണാം. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധി നല്ലതിനും പ്രസാദകരവുമാകുന്നു എന്നാ പറഞ്ഞത്. നല്ലതും പ്രസാദകരവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അനേക ജീവിതങ്ങളുടെ വിടുതല്, രക്ഷ, അനുഗ്രഹമൊക്കെ നാം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്താണിത് നമ്മിൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവവചനവുമായി ബന്ധപ്പെടുവാനും ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാനും എല്ലാം ഇടയാക്കും. ഇതേ പകൽക്കാലം ഒരു പെൺകുട്ടി കോളേജിലേക്ക് അഡ്മിഷൻ ലഭിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പോവുക. ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു പുതിയ ബൈബിൾ വാങ്ങിക്കണം. അപ്പം പറഞ്ഞൊരു പുതിയ ബൈബിൾ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, ദിവസവും ബൈബിൾ രാവിലെയും വായിക്കണം, വൈകിട്ടും വായിക്കണം, പ്രാർത്ഥിക്കണം. അത് ക്ലാസ്സിലേക്ക് കടന്നു പോകാൻ നേരത്തെ പ്രാർത്ഥിക്കണം, ക്ലാസ്സിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ചെറിയ മൗന പ്രാർത്ഥനയൊക്കെ അതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്ലാസ് വിട്ട് മടങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, ഹോസ്റ്റലിൽ വരുമ്പോൾ പ്രാർത്ഥിക്കണം, സന്ധ്യയുടെ ആപത്തിൽ ബൈബിൾ വായിക്കണം, ആമേൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ? തിരുവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും
അപ്പോൾ തന്നെ പറഞ്ഞത് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയൊക്കെ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നാം പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുന്നവരോട് അത് പ്രത്യേകമായി ഓർപ്പിക്കാവുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ നിലകളിൽ ആ കുഞ്ഞുങ്ങൾ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറുവാനിടയാകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുമ്പം എൻ്റെ അമ്മയും അപ്പനും സഹോദരനും വല്യപ്പനും വല്യപ്പ എല്ലാം അടുത്തിരിപ്പുണ്ട്. അവരിതെല്ലാം കേൾക്കുക. അപ്പൊ നമ്മുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലെ അയക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഇതേ വാക്കുകൾ പറഞ്ഞവരെ ബലപ്പെടുത്തി ശക്തരാക്കി അവയെ പ്രാർത്ഥിച്ച് അയക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർ മുഖാന്തരം അവരിലൂടെ അനേകര് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്തതോ. എൻ്റെ ഒരു കൊച്ചുമോള് ആമേൻ മൂത്ത മോളുടെ മോള് അപ്പൊ ആ മോളും മോനും അവര് ദൈവകാര്യം ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശത്താ. മോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാ. അവളുടെ അടുക്കൽ വരുന്ന സകല രോഗികളോടും സുവിശേഷം പറയും, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. അതിനകത്ത് ഒത്തിരി അനേകം നേഴ്സസ് ഉണ്ട്. എന്നാൽ അതിൽ 10-29 പേരെയോളം മാനസാന്തരത്തിലേക്ക് വഴി നടത്താൻ അവളെ കൊണ്ട് സാധിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തെലുങ്കും ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം ഇച്ചിരി കുറേശ്ശെ. അപ്പൊ ഇതൊക്കെ വശമുള്ളത് കൊണ്ട് സുവിശേഷം പറയാനും പഠിക്കുന്നില്ല. ആമേൻ. ലജ്ജ കൂടാതെ പറയാൻ. അപ്പൊ അതിന്റെ കാരണം അവിടെ അപ്പനും അമ്മയും അറിഞ്ഞതും പഠിപ്പിച്ചതും അവൻ പറഞ്ഞതും അവൻ അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ലജ്ജ കൂടാത്തത് ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് അങ്ങനെ പറയണം. അവര് ഭാവിയിൽ ദൈവഭക്തിയോടെ വളർന്നു വരാനിടയായിത്തീരും. വേറൊരു കുട്ടി മദ്രാസിലേക്ക് പോകുന്നു, ഹൈന്ദവ മാർഗത്തിൽ പാർക്കുന്നതാണ്. ആമേൻ. നേഴ്സിങ്ങിന് പോവുക. എൻ്റെ അടുത്ത് പറയും ദേവദാസനെ ഇന്ന പോലെയൊക്കെ ഇരിക്കുന്നു. അവളാണെങ്കിൽ ആരോടും ഇങ്ങനെ മിണ്ടത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ മകളായതുകൊണ്ട് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അവളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോഴും പറഞ്ഞത്, ഞാൻ അപ്പോഴും കുഞ്ഞിനൊരു ബൈബിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്വാതന്ത്ര്യം പ്രാർത്ഥനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. എന്ത് പറഞ്ഞാലും അതെല്ലാം സമ്മതിക്കും. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് മാത്രം സ്നേഹമായ കാരണം അവളുടെ ജീവിതത്തിൽ യേശുവിനെ കാണുവാനും യേശുവിന് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിന് മാർക്ക് കൊണ്ട് +2 നല്ല മാർക്കോടെ പാസ്സാകാനും ഇടയായെന്നാണ് പറഞ്ഞത്. അവൾക്ക് ലഭിച്ച ആ സാഹചര്യം ഞാൻ പറഞ്ഞു, ചെന്ന് ഏറ്റവും നല്ല 2 കൂട്ടുകാരെ, അധികം വേണ്ട 2 പേർ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവരെ കണ്ട് അവരുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാനും പുസ്തകം വായിക്കാനും ഒക്കെ നീ സമയങ്ങളെ കണ്ടെത്തണം. അങ്ങനെ വരുമ്പോൾ നിന്റെ ഭാവി ഒരു അനുഗ്രഹമായി മാറും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പഠിക്കുന്ന സ്ഥാപനത്തിൽ നല്ല 1% മാർക്ക് വാങ്ങി ജയിച്ചു കടന്നു വരുവാൻ ഇടയാക്കണം. കർത്താവ് അതിനു വേണ്ടി നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു എന്നുള്ളതാ. ആര്? നമ്മുടെ കർത്താവിലൂടെ. ആമേൻ. ഈ ഉപദേശം കേൾക്കുന്ന സകല മനുഷ്യരും, തിമോത്തിയോസേ, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാ, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു നീ എന്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്, അവര് ഓർത്ത് പ്രാർത്ഥിക്കുന്നതെല്ലാം ഒരനുഗ്രഹമാണ്. ആമേൻ. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാകും? സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാൻ കാരണമാകും. ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും അത് കാരണമായി തീരും എന്ന് നമുക്കവിടെ മനസ്സിലാകും. അതൊക്കെ വേണ്ടിയായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 5ാമത്തെ വാക്യമാണ് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആമേൻ. ലോകത്തിൽ മധ്യസ്ഥത അണിക്കുവാൻ ആർക്കും ദൈവം അനുമതി കൊടുത്തില്ല. അനേക പുണ്യവാന്മാരുണ്ട്, അനേക മറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്, പുണ്യവതികളും ഉണ്ട്. അവർക്കൊന്നും മധ്യസ്ഥത അണയ്ക്കുവാൻ അനുവാദമില്ല. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഒരുവന് മാത്രമേ സാധ്യമായി തീർന്നിട്ടുള്ളൂ, ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന്. എന്താണ് അവൻ? ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന്, സ്വർഗീയ മണിമകുടത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിന്? പിതാവിന്റെ ഇഷ്ടം. സകല മാനവജാതിയും രക്ഷ കണ്ടെത്തണമെന്ന് താല്പര്യപ്പെട്ടത് കൊണ്ട് പിതാവ് അവർ പോയതായതുകൊണ്ട് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടെ അറുക്കപ്പെട്ട നിന്റെ രക്തം, അല്ലെങ്കിൽ അതിനെ ലോകത്തിലേക്ക് വിട്ടത് യേശുവേ നിന്റെ രക്തം, മകനെ നിന്റെ രക്തം കൊണ്ട്
ഈ ജനം മുഴുവനും വീണ്ടെടുപ്പ് പ്രാപിക്കണമെന്നുള്ളത് പിതാവാ ദൈവത്തിന് താല്പര്യമാണ്. അവൻ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥം ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ യോഗ്യതയുള്ളത് കർത്താവല്ലാതെ മറ്റാരുമില്ലെന്ന് അവൻ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുക. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുക ഭരണാധികാരികൾക്ക് വേണ്ടി, പ്രഭുക്കന്മാർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുവാൻ നീ മടിക്കരുത്. അവൻ എല്ലാവർക്കും വേണ്ടി. കാരണം എന്തെന്നറിയാമോ? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശുവിനെ തന്നെ അവൻ നീ ഓർത്തുകൊണ്ട് അവന് വേണ്ടി അവന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ അനേകരെ നിനക്ക് നേടുവരണിയായി. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന സമയം ആമീൻ ഹല്ലേലൂയ. അത് നമുക്ക് 10 ലഘുലേഖയുണ്ടെങ്കിൽ അത് വളരെ പ്രാർത്ഥനയോടെ ചെന്ന് 10 പേരെ കണ്ടത് കൊണ്ടുവരും. ഇതൊന്ന് വായിക്കണം. നിങ്ങൾക്ക് രക്ഷ കണ്ടെത്താൻ ഇടയായിത്തീരും, നിത്യത അവകാശം ആക്കുവാൻ ഇടയായിത്തീരും എന്നെല്ലാം പറഞ്ഞ് നാം പ്രാർത്ഥനയോടെ കടന്നുപോയി നിശ്ചയമായിട്ടും വെച്ച് നീട്ടിയാൽ അവർ വാങ്ങിയത് മടക്കി ഭദ്രമായി പോക്കറ്റിൽ സൂക്ഷിക്കും. ആമേൻ ഹല്ലേലൂയ. പോകുന്ന വഴി വായിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ആ 10 ജീവിതങ്ങൾ അവർ മാനസാന്തരപ്പെടാനിടയായിത്തീരും. നമ്മൾ ലഘുലേഖ കൊടുത്തേച്ച് പോകുന്ന അതുകൊണ്ടായില്ല. എന്നിട്ട് സമയം കിട്ടുമ്പോൾ കർത്താവേ എന്നോട് വാങ്ങിയവര് ഒന്നത് വായിക്കാൻ ഇടയാക്കണമേ, അവരൊരു മാനസാന്തരത്തിലേക്ക് വരണമേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കാൻ കൂടെ തയ്യാറായ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന കൊണ്ട് ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ നേട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുപോയാൽ ആമേൻ ഹല്ലേലൂയ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി ദൈവത്തെ കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ ഓർമ്മയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അത് കാരണമായി മാറും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം. അവ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ മധ്യസ്ഥനായി ഇറങ്ങി വന്ന ആരുമില്ല. ആർക്കും സാധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ മാത്രമാണ് ഒരു മനുഷ്യന് വേണ്ടി മരിച്ചത്. മനുഷ്യന് വേണ്ടി മരിക്കാൻ ആർക്കും അതിന് താല്പര്യമില്ലായിരുന്നു. ആർക്കും അത് സാധ്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. ആരും ചെയ്തുമില്ല. പിന്നെ ഇന്നയാളിൽ കൂടെ പോയ രക്ഷ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നുണ്ട്. അവിടെ എങ്ങും ഒരു രക്ഷ കണ്ടെത്തുന്നില്ല. പിന്നെയോ ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണ്. നമുക്കറിയാം, വഴിയരിയിലൊക്കെ ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നവര് ആമേൻ ഡോക്ടറെ അടുത്ത് കൊണ്ടിരുന്നാൽ ചോദിക്കുന്നത് എത്ര മണിക്കൂറായി മുറിവേറ്റിട്ട് എന്നൊക്കെ ചോദിക്കും. കാരണം രക്തത്തിന്റെ അളവ് എത്രയുണ്ടെന്ന് അറിയാനാണ്. ആമേൻ ഹല്ലേലൂയ. ആ രക്തം മുഴുവൻ മാർന്നു പോയാൽ പിന്നെ നോക്കിയിട്ട് കാര്യം. രക്തം എടുത്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കുത്തിവെച്ച് ഒരു പക്ഷേ അവൻ രക്ഷപ്പെട്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയട്ടെ ഹല്ലേലൂയ. ഒരു മാനവന്റെ വീണ്ടെടുപ്പിന് ക്രിസ്തു തന്റെ സ്വന്തം രക്തം ഊറ്റിക്കൊടുത്തതാ പറഞ്ഞ മറുവിലയായി. ആമേൻ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ. ഇന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് അടുത്തു വരാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടിയാ എന്റെ യേശു മരിച്ചത്. നിനക്ക് വേണ്ടിയാ എന്റെ യേശുവിനെ പിതാവാൻ ദൈവം തകർത്ത് കളഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പടയാളികൾക്കും ദൈവം അനുവദിച്ചിട്ടാ. അതല്ലെങ്കിൽ പിടിച്ചു കെട്ടാനും ഒക്കത്തില്ല. യേശുവിനെ ക്രൂശിക്കാനും സാധ്യമല്ല. പിതാവ് അനുവദിച്ചിട്ടാണ്.
എന്തിനു വേണ്ടി എന്നറിയാമോ? എന്റെയും നിന്റെയും രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെ പറഞ്ഞല്ലോ, പത്രോസേ അവനൊരു വാളെടുത്ത് ഒരു പടയാളിയുടെ കാത് വെട്ടിക്കളച്ചപ്പോ പറഞ്ഞതാ, ഞാനൊന്ന് ആവശ്യപ്പെട്ടാൽ ആമേൻ ഹല്ലേലൂയ 10,000 ദൂതന്മാർ രക്ഷയ്ക്ക് വേണ്ടി വരും. പക്ഷെ അതല്ല എന്റെ ആവശ്യം. എന്നെ അയച്ചതിന്റെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്റെ രക്തം മൂലം അനേകർ ആ പ്രായശ്ചിത്തമായി മാനസാന്തരത്തിലേക്ക് വരുവാൻ താൻ ആഗ്രഹിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പിതാവാകും ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നതായി കാണും. അവിടെ തന്നെ ദൈവം തന്റെ പൂർമ്മയിൽ എന്ന് പറഞ്ഞാൽ തന്റെ വിശ്വസ്തതയിൽ പ്രൈസ് ദി ലോർഡ് മുൻകഴിഞ്ഞ പാപങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, ശിക്ഷിക്കാതെ അവന്റെ രക്തത്താൽ കഴുകി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമുക്കൊരു പുതുജീവൻ തന്ന് പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മെ മാറ്റി ആമേൻ ഹല്ലേലൂയ, ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു എന്നാ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പുത്രനെ എന്തിനു വേണ്ടി അയച്ചത്? മാനവൻ രക്ഷയ്ക്ക്. അവനതിന് തനിക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി അറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഏതൊരു വ്യക്തിയാണ്, അത് ജാതിയോ മതമോ കറുപ്പോ നിറമോ വെളുപ്പോ ആമേൻ ഉന്നത കുലജാതനെന്നോ താഴ്ന്ന ജാതിക്കാരനെന്നോ അങ്ങനൊന്നുമില്ല. ആരായിരുന്നാലും യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ പാപത്തിന് പരിഹാരത്തിനാണ് അവനിങ്ങനെ അറക്കപ്പെട്ടത്, മരിക്കപ്പെട്ടതെന്ന് സമ്മതിച്ചുകൊണ്ട് അവനെ രക്ഷകനായി അംഗീകരിക്കുവാൻ, കർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് അവന്റെ മകനോ മകളോ ആയി തീരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത് എന്ന് കാണുവാനിടയായിത്തീരും. ആര്? പിതാവാകുന്നേ. ആമേൻ. നാം തന്റെ നീതിയെ പ്രസിദ്ധമാക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ, അവരിലേക്ക് അടുത്ത് ചെല്ലുന്നവരെ രക്ഷിക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്റെ അങ്ങനെ ക്രിസ്തുവിന് പിതാവാകുന്ന ദൈവം അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞു. അപ്പൊ പിതാവിന്റെ അനുമതിയോടുകൂടിയാ പുത്രൻ തകർക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? എന്റെയും നിന്റെയും വേണ്ടി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് മാനസാന്തരത്തിന് ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജീവിതത്തിന്റെ ഉടമയായി തീർന്ന് വലിയ മുടക്കം മുതലൊന്ന് രക്ഷിക്കപ്പെടാൻ. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും അതിനെ വിലയേറിയതായി കണക്കാക്കാതെ അത് തള്ളിക്കളയുന്നതായി കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, കുറ്റങ്ങളെ എല്ലാം നമുക്കൊന്ന് കണ്ടുകൊണ്ട് നാം തെറ്റ് ചെയ്ത് നമുക്കറിയാം എന്തൊക്കെയാ ചെയ്യുന്നത്. നാം പറയുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് നമുക്കറിയാം. നാം ഇടപെടുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അവിടെ എല്ലാം പോരായ്മകളുണ്ട് കേട്ടോ. പക്ഷെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ദൈവമേ ആമേൻ ഹല്ലേലൂയ, നിന്റെ മുറിവയിൽ നീ എന്നെ കണ്ട് നിന്റെ ഏറ്റക്കുറവ് നീ ക്ഷമിച്ച് നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി എന്നെ പുതുമകനായി പുതിയ മകളാക്കി നിന്റെ സന്നിധിയിൽ നിർത്തിയല്ലോ എന്നോർത്ത് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും കർത്താവ് തന്റെ കാര്യം നമുക്ക് വേണ്ടി നീട്ടി നമ്മെ ബലപ്പെടുത്തി ശക്തീകരിച്ച് നടത്തുക തന്നെ ചെയ്യും. ആമേൻ. ശിക്ഷിക്കപ്പെടുന്ന സ്ഥാനത്ത് നാം വിടുവിക്കപ്പെടുമെന്ന് ഓർക്കണം. നമ്മുടെ ഭാഗത്ത് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. ആമേൻ. അവയെല്ലാം ദൈവം മറന്നിട്ട് നമ്മെ വിടുവിക്കുക, നമ്മെ സഹായിക്കുക, നമ്മെ രക്ഷിക്കുക. ഇന്ന് ആ നിലകളിൽ ഒന്ന് അടുത്തു വരുവാൻ ആര് ആമേൻ അതിനു വേണ്ടി സമയത്തെ കണ്ടെത്തുന്നുവോ? ആമേൻ ഹല്ലേലൂയ. മടി കൂടാതെ അടുത്തുവാ. നിന്നെ കരുതുവാൻ, നിന്നെ നടത്തുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. നിശ്ചയമായിട്ടും അടുത്ത് ചെല്ലുന്നയാളെ ആമേൻ കണ്ടില്ലെന്ന് നടിക്കുന്നവനല്ല. ഇന്നങ്ങനെ പലരും. ദൈവത്തിൽ സ്തോത്രം. അടുത്ത് വന്നാൽ അവൻ അടുത്ത് വരും. നിന്റെ ആവശ്യങ്ങളെ അറിയിക്കുമ്പോൾ അവൻ അത് ശ്രദ്ധയോടെ കേൾക്കും. ആമേൻ ഹല്ലേലൂയ. മാത്രമല്ല നിനക്കുള്ള മറുപടി തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന്
വായിക്കാൻ. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ. വിശേഷതയേറിയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും വിശേഷതയില്ലാത്തതല്ല. ആമേൻ. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ ആ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും ആമേൻ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് അവൻ ചെയ്യുന്ന ശുശ്രൂഷ മാനവന്റെ രക്ഷയ്ക്ക്. ആമേൻ. നിന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാനാ. ഹല്ലേലൂയ. നിന്നെ കണ്ടില്ലെന്ന് നടിച്ചു നടക്കുകയല്ല. ഇന്ന് അനേകര് കണ്ടില്ലെന്ന് നടിച്ചു നടക്കുന്നവരുണ്ട്. ആമേൻ. കേട്ടില്ലെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അറിഞ്ഞില്ലെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എന്റെ കർത്താവ് അങ്ങനല്ല. നിന്നെ കാണുന്നവനാ, നിന്നെ അറിയുന്നവനാ. ദൈവത്തിന് സ്തോത്രം. വിശേഷതയേറിയ ഒരു അനുഭവത്തിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം നോക്കും, നമുക്കെന്താ വിശേഷത? നമുക്കൊരു വിശേഷതയുമില്ല. നമുക്കെന്താ ശ്രേഷ്ഠത? ഒന്നുമില്ല പറയാൻ. ആമേൻ. പുകഴുവാനും ഇവിടെ ഒന്നുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സ്വർഗീയ ദൈവം നാം പറയുന്നതിന്റെ സ്ഥാനം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുത്തുന്നവനായിരുന്നവനായി അവൻ വിശുദ്ധ സ്ഥാനത്തിലെയും അവൻ മനുഷ്യൻ അല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതനായ നമുക്കുണ്ട് കർത്താവ്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയെന്നും ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കുന്നു. മോശയുടെ കാലത്തുണ്ടായിരുന്നു. അഹ്റോനായിരുന്നാലും അവരൊക്കെ വഴിപാട് യാഗങ്ങളൊക്കെ കഴിപ്പിച്ചായിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യാൻ അവർ നിയമിക്കപ്പെട്ടിരുന്നു. ആകയാൽ ഹാലേലി അർപ്പിപ്പാനും വല്ലതും വേണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം നമുക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ഒരു മഹാപുരോഹിതൻ, ഒരു ക്രിസ്തു നമുക്കുണ്ട്. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലിരിക്കുന്നവരെ എല്ലാം അത് ചെയ്യണം. എന്നാൽ അവൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം മോശ മുഖാന്തരം കൊടുത്തിരുന്ന പ്രമാണമനുസരിച്ച് അഹ്റോനും മറ്റുള്ളവരൊക്കെ പുരോഹിതന്മാര് ശുദ്ധീകരണം പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ ആണ്ടിൽ തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്ന യാഗങ്ങളെ അർപ്പിച്ചുകൊണ്ടു. എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന മഹാപുരോഹിതനായ ക്രിസ്തു, അവനോ വിശേഷതയേറിയ വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട് ആമേൻ ഹല്ലേലൂയ നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും താൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവന്റെ വിശേഷതയേറിയ ശുശ്രൂഷയാ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്തത് ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കുറവും വരാതെ വണ്ണം തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ പുത്രനാകുന്ന ക്രിസ്തു ചെയ്തതായി നമുക്ക് കാണാം. ഇന്നും ആമേൻ ഹല്ലേലൂയ നാം വിശ്വസിച്ചുകൊണ്ട് ആരടുത്ത് വരുന്നുവോ, ആര് വിശ്വസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി കാണുവാൻ ഒരുങ്ങുന്നുവോ, ആരെല്ലാം ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്നുവോ, ആമേൻ അവിടെ എല്ലാം ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇവിടെ വിശേഷതയേറിയ 3 കാര്യങ്ങളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒന്ന് വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ, മറ്റൊന്ന് വിശേഷതയേറിയ നിയമം, മൂന്നാമത് വിശേഷതയേറിയ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ലോക മനുഷ്യനെ കൊണ്ടോ ലോക നേതാക്കളെ കൊണ്ടോ ലോകത്തിലെ പ്രമുഖന്മാരെ കൊണ്ടോ ചെയ്യാൻ സാധ്യമല്ല. അവരെല്ലാം ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യുന്നവരാ. എന്നാൽ ഇതങ്ങനല്ല. വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല.
അവന്റെ നിയമമായിരുന്നാൽ തന്നെയും അങ്ങനെ. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ നിയമത്തിനും മാറ്റമില്ല. നമുക്ക് ആ നിയമത്തെ കുറിച്ച് നോക്കാം. 2 Corinthians 3:6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് ഞാൻ ആ ഭാഗം വിട്ടു പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ആര്? കർത്താവ് ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. അതിനെ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ. അപ്പം അങ്ങനെ ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നത് അത് കാണാം, അതറിയാം. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ ശുശ്രൂഷകളിലുള്ള മാറ്റം അറിയാം, അവരുടെ ആ രീതി കാണുമ്പോഴറിയാം. അവൻ ഹല്ലേലൂയ, അവർ ആത്മാവിലാണോ ശുശ്രൂഷ ചെയ്യുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും നീക്കം വന്നു. ദൈവത്തിന്റെ സ്തോത്രം. മോശയുടെ കയ്യിൽ കൊടുത്തിരുന്ന കല്ലിൽ കൊത്തിയ അക്ഷരമാ. തങ്കലിപികളിലൊക്കെ എഴുതിയെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, അത് തങ്കലിപി തന്നെയാ. കാരണം കർത്താവ് യഹോവയാകുന്ന ദൈവത്തിന്റെ വിരലുകളാൽ എഴുതിയതാ. ആ മോശ മുഖാന്തരം അന്ന് അത് ഹല്ലേലൂയ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷയെന്ന് പറയുന്നത്. അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ. കാരണം അത് പ്രമാണം തെറ്റിച്ചാൽ അവന് മരണം ഉറപ്പാ. കൊന്നുകളയണം, കല്ലെറിയണം. ആമേൻ. ഹല്ലേലൂയ. തീക്കിരയാക്കണം. ആമേൻ. അങ്ങനെയൊക്കെയാ ചെയ്തിരുന്നത്. നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ നാദ അവരൊക്കെ ഭൂമി വാഴ വളർന്ന് അവരതിനകത്ത് പോയി. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായി വന്നാൽ അത് കൊല്ലുന്നതാ. മോശമുഖാതിരെ കൊടുത്തത് അങ്ങനെയാ. അവൻ ദൈവത്തിന്റെ കയ്യാൽ എഴുതിയത്. എന്നാൽ കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷയ്ക്ക് നീക്കം വരുന്നതത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോശയുടെ മുഖം തേജസ് നിമിത്തം ആമേൻ പ്രൈസ് ദി ലോർഡ് നിറഞ്ഞിരുന്നതായി കാണുവാനിടയായിത്തീരും. ഇസ്രായേൽ മക്കൾ പറഞ്ഞതിന്റെ മുഖം നോക്കരുത്. കാരണം ഹല്ലേലൂയ, അവനിത് മേടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്ലെ കൊത്തിയ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട തങ്കലിപികൾ എഴുതപ്പെട്ട ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ നിയമം അനേകരുടെ മരണത്തിന് മരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് തേജസ് ഉള്ളതാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അതിനേക്കാൾ അത്രയധികമാണ്. ഈ നിയമം കൊണ്ടുവന്ന് അന്ന് തന്നെ 3000-ഓളം പേരെ കൊന്നുകളയുക ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. പുത്രനാകിയ ക്രിസ്തുവിന്റെ തേജസ്സുള്ള ആമേൻ ഹല്ലേലൂയ ആലോചന അല്ലെങ്കിൽ പ്രമാണം അതിൽ ചെയ്യുന്ന അതിന് ശുശ്രൂഷ ചെയ്യുന്നവര് അവരെത്രയധികം തേജസ്സുള്ളവരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയുടെ മുഖത്തെ പ്രകാശം ഓരോ ദിവസം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അവന്റെ തേജസ്സിനാൽ നാം അവന്റെ അടുക്കിലേക്ക് ചെല്ലും തോറും അവന്റെ സന്നിധിയെ നിൽക്കും തോറും പരിശുദ്ധാത്മ ശക്തിയാൽ നാം തേജസ്സിന്മേൽ തേജസ്സായി മാറുവാൻ ഇടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. ശിക്ഷാപരിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷയോ തേജസ് ഏറിയതായിരിക്കുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാണെങ്കിൽ ആമേൻ നീതിയുടെ ശുശ്രൂഷയോ അത് തേജസ്സേറിയ ശുശ്രൂഷയായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കും അതിൽ ഭാഗമൊക്കെയായി അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യാൻ നാം ഒരുക്കമുള്ളവരാണ് ആണെങ്കിൽ അവൻ നമ്മെ അതിനായി ശക്തീകരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമത് പറഞ്ഞത് വിശേഷതയേറിയ ശുശ്രൂഷ. ആമേൻ. പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ വിശേഷതയേറിയത്. ആമേൻ. മധ്യസ്ഥൻ ക്രിസ്തുവാകയാൽ ദൈവത്തിന്റെ സ്തോത്രം
ആമേൻ. നിയമവും താൻ മൂലം സ്ഥാപിക്കപ്പെട്ടതാണ്. ക്രിസ്തുവിനാലാണ് നിയമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആമേൻ ഹാലേലൂയ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത വിലയേറിയതായി വരുന്നത്. മധ്യസ്ഥൻ ക്രിസ്തുവാകുന്നത് കൊണ്ടാണ്. ഹാലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് ക്രിസ്തുവാകിയ നിയമവും താൻ മൂലം തന്നെ സ്ഥാപിക്കപ്പെട്ടു. വിശുദ്ധ മന്ദിരവും ആമേൻ ഹാലേലൂയ അതേപോലെ തന്നെ നിയമവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. വിശേഷതയേറിയ നിയമം, വിശേഷതയേറിയ ശുശ്രൂഷ, അത് സൂചിപ്പിക്കുന്നത് ആമേൻ ഹാലേലൂയ ഈ നിയമം സത്യമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിശേഷതയേറിയ ശുശ്രൂഷ, വിശേഷതയേറിയ നിയമം. ആമേൻ. നാം അത് പരിപാലിക്കുന്നവരായിരിക്കണം, നാം അതിൽ ഉറയ്ക്കുന്നവരായിരിക്കണം, നാം അതിനു വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. ആമേൻ ഹാലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടുകൂടി നല്ല ആമേൻ ഹാലേലൂയ സാർവത്രിക കൂടിയത് അല്ല, ദൈവത്തിന് സ്തോത്രം. പ്രൊജനറോ ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വിശ്വസ്തയോടെയാണോ ഇന്ന് ദൈവത്തിനായി നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇത് സാർവത്രികമാണ്, ഇത് പ്രാദേശികമല്ല, വ്യക്തിപരമാണ്, ഇത് ദേശീയമല്ല, ആന്തരികമാണ്, ഇത് ബാഹ്യമല്ല. ആമേൻ. ശ്രേഷ്ഠത, വിശേഷതയേറിയ ശുശ്രൂഷ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ അത് സാർവത്രികമാണ്, നമുക്കെല്ലാവർക്കും ചെയ്യാം. ആമേൻ. അത് ചില വ്യവസ്ഥകളുണ്ടെന്നാണ്, വ്യവസ്ഥയോടുകൂടി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇത് പ്രാദേശികമല്ല, വ്യക്തിപരമാണ്. ആമേൻ. ദേശീയമല്ല, ആത്മീയമാണ്, ബാഹ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്നു. വ്യവസ്ഥയോട് കൂടിയതല്ല, അത് സാർവത്രികമാണെന്ന് പറഞ്ഞത്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പുതിയ നിയമത്തിന്റെ നിയമം ആമേൻ അത് സത്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന് വ്യവസ്ഥയോട് കൂടിയതല്ല. നീ ഒന്ന് ഏറ്റെടുത്താൽ മതി, അതിനൊന്ന് ഉറച്ചാൽ മതി, അതിനൊന്ന് നിലനിന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. നിനക്ക് പണം തോന്നുന്നവനെ നിർത്തുന്നവനാ നമ്മുടെ ദൈവം, വീഴാതെ നിർത്തുന്നവനാ. ആമേൻ ഹല്ലേലൂയ. അവന്റെ കരം നമ്മോട് കൂടിയിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. പ്രാദേശികമല്ല, വ്യക്തിപരമാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ ഒരുക്കമാണെങ്കിൽ നിന്നെ ആ നിലകളിൽ അവിടുന്ന് പരിപാലിക്കുക തന്നെ ചെയ്യും. ദേശീയമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ആന്തരികമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഇത് ബാഹ്യമല്ല. ഇന്ന് നാം ഏത് നിലകളിലായിരിക്കുന്നുവോ, നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്കൊന്ന് കാണാം. ആമേൻ ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഹാന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിന്റെ അടുക്കിലേക്ക് അത്രേ പ്രിയമുള്ളവരെ നാം വന്നിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക, പിതാവിന്റെ അടുക്കൽ പക്ഷവാതം കഴിച്ചു കൊണ്ടിരിക്കുക. ആമേൻ ഹല്ലേലൂയ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ആമേൻ ഹല്ലേലൂയ. ദൈവം ഒരുവനല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. നമുക്ക് അവന്റെ അടുക്കലേക്ക് ഒന്നിച്ചില്ല, അവനാൽ അനുഗ്രഹം ഇന്ന് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തരെ നിങ്ങളോട് അവൻ സംസാരിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കരുണയ്ക്കുള്ളത് നിറയ്ക്കട്ടെ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥി. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഈ നല്ല വൈകിയ വേളയിൽ ഇരുവചനമായി കടന്നു വരുവാൻ ഘോഷിക്കപ്പെട്ട വചനം അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വഴി. ഏതെങ്കിലും ഒരു ജീവിതം ഇത് ഏറ്റെടുത്ത് അംഗീകരിച്ചുകൊണ്ട് നിൽക്കുവാൻ ഒരുങ്ങുന്നെങ്കിൽ അവരെ ശ്രേഷ്ഠരാക്കി തീർക്കണം. അവരിലൂടെ അനേകരെ യേശുവിനെ കാണും. അവരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ശക്തരാക്കി മാറ്റും. നിന്റെ കൃപ ധാരാളമായി പകരണം. മാനിച്ച ദൈവത്തിന്റെ മഹത്വം കൃപയ്ക്കുള്ളിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടി. ദൈവത്തിന് സ്തോത്രം.